കോന്നി പയ്യനമണ്ണിൽ ചെങ്കുളം പാറമടയിൽ 2 ജീവൻ നഷ്ടമായ സാഹചര്യത്തിൽ പാറമടയുടെ നടത്തിപ്പിൽ പ്രദേശവാസികളുടെ എതിർപ്പ് നിലനിൽക്കവേ പാറമടയ്ക്ക് വഴിവിട്ട സഹായം ചെയ്തു കൊടുക്കുകയും അനധികൃതമായി പ്രവർത്തിക്കാൻ അനുമതി നൽകുകയും ചെയ്യുന്ന ജില്ലാ ഭരണകൂടത്തിനെതിരെ UDF കോന്നി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സിവിൽ സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. സമരപരിപാടി KPCC മെമ്പർ മാത്യു കുളത്തിങ്കൽ ഉദ്ഘാടനം ചെയ്തു. 100,000 ആളുകളുടെ കണ്ണുനീര് കണ്ടുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. കോന്നി പ്രദേശത്ത് ഈ പാറമട എന്ന് പറയുന്ന എന്റെ വീട്ടിൽ നിന്ന് 2 കിലോമീറ്റർ അകലം മാത്രമേ ഉള്ളൂ. ഞാൻ ഈ ചാനലുകാരെ അഭിനന്ദിക്കുകയാണ്. രാത്രിയിലെ മുഴുവൻ സമയവും ആ ഡെഡ് ബോഡി എടുക്കുന്നവരെ ഡെഡ് ബോഡി എടുക്കുന്നത് വരെ ഇവരെല്ലാം അതിനെ പിന്തുടരുന്നതുകൊണ്ടാണ് ഈ 34 മണിക്കൂർ കഴിഞ്ഞ് ഈ ഡെഡ് ബോഡി എടുക്കാൻ കഴിഞ്ഞത്. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ആലപ്പുഴയിൽ നിന്ന് ഒരു ക്രെയിനോട് വരാൻ 2 മണിക്കൂർ വരും. പക്ഷേ രാത്രി 7 മണിക്കാണ് ജില്ലാ കളക്ടർ ഈ ക്രെയിൻ ആലപ്പുഴയിൽ നിന്ന് എത്തിക്കുന്നത്. അതെന്താന്ന് ചോദിച്ചാൽ ഈ മരിച്ച സഹോദരന്റെ പിതാവ് അവിടെ നിന്ന് ബാധിപ്പ് കരയുന്നത് ചാനലുകാർ കാണിച്ചു. ചാനലിൽ കൂടെ ലോകം മുഴുവൻ കണ്ടു. ആ സഹോദരങ്ങൾ വന്ന് ഈ ട്രാക്ടറിന്റെ അടിയിൽ കിടക്കുന്ന ആ റേയെ എടുക്കാൻ വേണ്ടി അവരെ പറയുന്ന ചാനൽ കൂടെ കണ്ടപ്പോൾ കളക്ടറോട് എല്ലാവരും ചോദിച്ചു എന്തുകൊണ്ട് താമസിക്കുന്നുണ്ട്. ആലപ്പുഴയിൽ നിന്ന് ഒരു ക്രെയിൻ ഇവിടെ വരാൻ ആ ലോറിക്ക് വന്നാൽ 2 മണിക്കൂർ മതി. രാത്രി 7:30 34 മണിക്കൂർ കഴിഞ്ഞാണ് ഈ ഡെഡ് ബോഡി എടുക്കുന്നത്. അപ്പോൾ പാവപ്പിടിച്ച റോജി സൂചിപ്പിച്ചതുപോലെ ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥന്മാരും 3-4 ആളുകളും കഷ്ടപ്പെട്ടാണ് ഇതെടുക്കുന്നത്. കളക്ടർ അവിടെ ഫീലിപ്പോസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ചാനലുകാർ ഫീലിപ്പോസിന്റെ രേഖകൾ ഈ ചാനൽ കൂടെ ഒക്കെ കാണിച്ചു. ഫീലിപ്പോസ് ഇവിടെ എത്തിയിട്ടുണ്ട്. അതിന്റെ ഏറ്റവും അടുത്ത് താമസിക്കുന്നതാണ്. ഫീലിപ്പോസിന്റെ കയ്യിൽ ഈ കളക്ടർ കൊടുത്ത 100 പരാതികൾ കൂടെ ഉണ്ട്. ബഹുമാനപ്പെട്ട ചാനലുകാർ ഫീലിപ്പോസിന്റെ കയ്യിൽ നിന്ന് ഈ കളക്ടർ കൊടുത്ത 100 പരാതി ആ കയ്യിലുണ്ട്. ചീഫ് സെക്രട്ടറിക്ക്, കളക്ടർക്ക്, പിന്നെ പബ്ലിക് റിലേഷൻ വകുപ്പിന്, വിജിലൻസിനെല്ലാം കൊടുത്ത പേപ്പറുണ്ട്. ഓരോ ചാനലും പോലും നടത്തിയിട്ടില്ല. കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർ ഈ ചാനലുകളുടെ മുമ്പിൽ നിന്ന് പറഞ്ഞ് എനിക്ക് യാതൊരു പരാതിയും കിട്ടിയിട്ടില്ല. ഒരു ജില്ലാ കളക്ടർ പറയുകയാണ്, ഈ ചാനലുകളോട് പറയുകയാണ്, എനിക്ക് ഇന്നേ വരെ ഒരു പരാതിയും കിട്ടില്ല, വെള്ളം ഒഴുകുന്ന പരാതി മാത്രമേ എനിക്ക് ലഭിച്ചുള്ളൂ എന്നൊരു കളക്ടർ പറയാം. ഈ കളക്ടറെ അടിയന്തരമായി മാറ്റണം. ഈ കളക്ടർ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പിച്ചാടിയായി പ്രവർത്തിക്കുന്നു. ഇവിടെ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്. ആ മെഡിക്കൽ കോളേജിന്റെ ചെയർമാൻ ഈ കളക്ടറാണ്. ഇവിടെ ഇത്രയും പ്രശ്നമുണ്ടായിട്ട് ഈ കളക്ടർ ഈ സരോജ് ഉൾപ്പെടെ ഇവിടെ നിൽപ്പുണ്ട്, സരോജ് കുമാർ ഉൾപ്പെടെ എല്ലാവരും ഉണ്ട്. അതുപോലെ നമ്മുടെ സന്തോഷ് സാറുണ്ട്, ജില്ലാ പഞ്ചായത്ത് അംഗമുണ്ട്. ഒരു ആശുപത്രിയുടെ ഒരു കമ്മിറ്റി പോലും വിളിച്ചു കൂട്ടാൻ ഈ HDC വിളിച്ചു കൂട്ടാൻ ഈ കളക്ടർ തയ്യാറല്ല. ഈ കളക്ടർ വന്ന് പച്ചക്കള്ളം പാവപ്പെട്ട ജനങ്ങളുടെ അടുത്ത് പറഞ്ഞു. ഒരിക്കലും ഒരു കളക്ടറെ കൊണ്ട് പറയാവുന്ന കാര്യമല്ല. കളക്ടർ പറയേണ്ടത് അന്വേഷിച്ചിട്ട് മറുപടി കൊടുക്കാവുന്നതാണ്. UDF മണ്ഡലം ചെയർമാൻ അബ്ദുൽ മുത്തലിഫ് അധ്യക്ഷത വഹിച്ചു. UDF മണ്ഡല കൺവീനർ റോജി എബ്രഹാം, വേണ്ടിയാണ് അന്യ സംസ്ഥാനത്തു നിന്നും നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്നത്. ഇവിടെ ഈ പാറമടയുമായി ബന്ധപ്പെട്ട ഒട്ടനവധി ആക്ഷേപങ്ങൾ നമുക്കുണ്ട്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഇപ്പോൾ ഈ പാവമടകൾക്കെല്ലാം വേണ്ടുന്ന എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുന്നത് യാതൊരു തർക്കവും വേണ്ട മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വവും കോന്നി MLA-യുടെ മൗന സമ്മതമാണ്. ഈ പാറമടകളെല്ലാം ഇത്തരത്തിൽ എന്നും കാണിക്കാമെന്നുള്ള ഒരു ധിക്കാര മനോഭാവത്തോടുകൂടി ഈ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത്. ഇത് നമുക്ക് അനുവദിക്കുവാൻ സാധിക്കുമോ? ഇപ്പോൾ ആ പ്രദേശങ്ങളിൽ മാർക്സിസ്റ്റ് പാർട്ടി ബോധപൂർവ്വം നടത്തുന്ന ഒരു പ്രചരണമുണ്ട്. ഒരു പഞ്ചായത്താണ് ലൈസൻസ് കൊടുത്തത് എന്ന് പറയുന്നു. സത്യവാ പഞ്ചായത്താണ് ലൈസൻസ് കൊടുത്തത്. എങ്ങനെ ലൈസൻസ് കൊടുക്കാതിരിക്കും? ഈ ഒരു പാറമടക്ക് ലൈസൻസ് ലഭിക്കണമെങ്കിൽ ഏതാണ്ട് 12 പൗണ്ടോളം രേഖകൾ വേണം. ആ രേഖകൾ കൊടുക്കുന്നത് പഞ്ചായത്തിരിക്കുന്ന ഉദ്യോഗസ്ഥരല്ല, പഞ്ചായത്തിന് താഴെയുള്ള സ്ഥാപനങ്ങളല്ല കൊടുക്കുന്നത്, പഞ്ചായത്തിലെ ഘടക സ്ഥാപനങ്ങളല്ല കൊടുക്കുന്നത്. അത് കൊടുക്കുന്നത് ജിയോളജിയുടെ കൊടുക്കുന്നത് പഞ്ചായത്താണോ? പൊല്യൂഷന്റെ കൊടുക്കുന്നത് പഞ്ചായത്താണോ? മലിനീകരണ നിയന്ത്രണ ബോർഡിനെ കൊടുക്കുന്നത് പഞ്ചായത്താണോ? ആ ജിയോളജി കൊടുക്കുന്നത് പഞ്ചായത്താണോ? അതുപോലെ തന്നെ പ്രകൃതിയുമായി ബന്ധപ്പെട്ടുള്ളത്, വനവുമായി ബന്ധപ്പെട്ടുള്ളത്, ഇതെല്ലാം പഞ്ചായത്താണ് കൊടുക്കുന്നത്. ഈ രേഖകളെല്ലാം വാങ്ങിക്കൊണ്ടുവന്നു കഴിഞ്ഞാൽ പഞ്ചായത്തിന് ലൈസൻസ് കൊടുക്കാതിരിക്കാൻ സാധിക്കുമോ? പഞ്ചായത്ത് ലൈസൻസ് കൊടുക്കേണ്ടതായി വരും. നമുക്കൊക്കെ അറിയാം, ഒരു രോഗിക്ക് ഒരു ഡോക്ടർ ഓപ്പറേഷൻ തീരുമാനിച്ചു കഴിയുമ്പോൾ ആ രോഗിയുടെ ശാരീരിക സ്ഥിതി മുഴുവൻ അത് പരിശോധിക്കും. അവരുടെ ശരീരത്തിൽ ആവശ്യത്തിന് രക്തമുണ്ടോ, ആ BP ഉണ്ടോ, കൊളസ്ട്രോൾ ഉണ്ടോ, ഷുഗർ ഉണ്ടോ, ഹാർട്ടിന് പ്രശ്നമുണ്ടോ, അലർജിയുടെ പ്രശ്നമുണ്ടോ, വലിവുണ്ടോ, മറ്റോ പല കാര്യങ്ങൾ നോക്കും. ആ നോക്കുമ്പോൾ അതെല്ലാം ഓക്കെയാണെന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റുമായി ആ ഡോക്ടറെ മുന്നിലേക്ക് പോയാൽ ആ ഡോക്ടർക്ക് ആ രോഗിയുടെ
ശസ്ത്രക്രിയ നടത്താതിരിക്കാൻ പറ്റുമോ? അങ്ങനെ ശസ്ത്രക്രിയ നടത്താതിരുന്നു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാകാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ മുഴുവൻ വകുപ്പുകൾ. ആ വകുപ്പുകളെ നിയന്ത്രിക്കുന്നത് ആരാ? ആ വകുപ്പുകളെ നിയന്ത്രിക്കുന്നത് ജില്ലാ കളക്ടറാണ്. ജില്ലാ കളക്ടർ നേതൃത്വത്തിലുള്ള ദുരന്ത നിവാരണ സമിതി. ആ സമിതിക്ക് ഇതിനകത്ത് ശ്രദ്ധ വേണ്ട. റവന്യൂ ഡിപ്പാർട്ട്മെന്റ് തഹസീൽദാർമാർക്കൊരു ഉത്തരവാദിത്തം വേണ്ടേ? ഒന്നുമില്ലെങ്കിൽ ആ പ്രദേശത്ത് നിൽക്കുന്ന വില്ലേജ് ഓഫീസർമാർക്ക് ഉത്തരവാദിത്തം വേണ്ടേ? അപ്പോൾ അവരെല്ലാം കോടികൾ, ലക്ഷങ്ങളും കോടികളുമാണ് ഇതിന്റെ പുറകിൽ ഒഴുക്കിയാണ് ഇതെല്ലാം അവർ നേരിടുന്നത്. DCC വൈസ് പ്രസിഡന്റ് റോബിൻ പീറ്റർ. ഇത് കൈയും കെട്ടി നോക്കിയിരിക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണി തയ്യാറല്ല എന്ന് സൂചിപ്പിക്കാൻ മാത്രം ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. വരും ദിവസങ്ങളിൽ അതിശക്തമായ ഈ നാട്ടിലെ ജനങ്ങളെയെല്ലാം അണിനിരത്തിക്കൊണ്ട് ഇത്തരം തെറ്റായ പ്രവണതകൾക്കെതിരെ അതിശക്തമായ സമരങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ എല്ലാ ജനാധിപത്യ വിശ്വാസികളുടെയും പിന്തുണയും സഹകരണവും ഈ സമര പോരാട്ടങ്ങൾക്ക് ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് UDF കോന്നി മണ്ഡലം ചെയർമാൻ N സന്തോഷ് കുമാർ. മുൻപ് സംസാരിച്ചവരൊക്കെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഒരു കാലത്ത് ഏറ്റവും മനോഹരമായിരുന്ന ഒരു പ്രദേശമായിരുന്ന കോന്നി പാറമടവുകളുടെ വരവോടുകൂടി ഇന്ന് വളരെയധികം ശ്രദ്ധേയമായ ഒന്നായി മാറിയിരിക്കുന്നു. കാരണം ഇന്ന് കേരളത്തിലെ എവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നാലും അവിടേക്കൊക്കെ ആവശ്യമായ മെറ്റീരിയൽസ്, അത് റബിൾസ് ആണെങ്കിലും റോഡ് സാൻഡ് ആണെങ്കിലും എല്ലാം പോകുന്നത് കോന്നിയിലെ പാറമടകളിൽ നിന്നാണ്. നമ്മളൊന്ന് ഓർക്കണം, ഈ അപകടം ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷമാണ് ചില ചാനലുകൾ സൂചിപ്പിച്ചത് ഒരു ദിവസം 40 ലോഡ് പാറ മാത്രമേ ഒരു പാറമടയ്ക്ക് കൊടുക്കുവാൻ അനുമതിയുള്ളൂ എങ്കിൽ അതിന്റെ മറവിൽ 400ഓളം ലോഡുകളാണ് ഓരോ ദിവസവും ഈ കോന്നിയുടെ മണ്ണിൽ നിന്ന് മറ്റു മേഖലകളിലേക്ക് കടത്തിക്കൊണ്ടുപോകുന്നത്. പാറമടകൾ ആദ്യം തുടങ്ങിയ സമയത്ത് കോന്നി പ്രദേശത്തുള്ളവർക്കൊക്കെ അവിടെ തൊഴിൽ സാധ്യതകൾ ഒരുക്കി കൊടുത്തിരുന്നു. അത് ഒരു ചെപ്പടി വിദ്യയായിരുന്നു. അതിനുശേഷം ഘട്ടം ഘട്ടമായി കോന്നി പ്രദേശത്തുള്ള ആ പാറമടയുടെ സമീപത്തുള്ള ആൾക്കാരെയൊക്കെ അവിടുന്ന് ജോലിക്കാരെ ഒഴിവാക്കി അതിഥി തൊഴിലാളികൾ നമ്മുടെ നാട്ടിലേക്ക് വന്നപ്പോൾ ഏത് സമയത്ത് നോക്കിയാലും അതിൽ കൂടെ പാല് പോലുള്ള വെള്ളമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മലിനീകരണ നിയന്ത്രണ ബോർഡിന് ഞങ്ങളിവിടെ ഹിയറിംഗ് നടത്തി, പുതിയ 2 പാറമടയ്ക്ക് വേണ്ടി അനുമതിക്ക് വേണ്ടി ഹിയറിംഗ് നടത്തിയപ്പോൾ ഞങ്ങൾ എല്ലാ ഡിപ്പാർട്ട്മെന്റിനും പരാതി കൊടുത്തു. അവിടെ ഇനിയും ഒരു പുതിയ പാറമട വരാൻ പാടില്ല, വന്നു കഴിഞ്ഞാൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാവും. കോന്നി മണ്ഡലം പ്രസിഡന്റ് പ്രവീൺ പ്ലാവിളയിൽ, ബ്ലോക്ക് പ്രസിഡന്റ് ദീനമ റോയ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനീസ് അബു തോമസ്, കേരള കോൺഗ്രസ് എബ്രഹാം ചെങ്ങറ, ജനതാദൾ ശാന്തിജൻ ചുരൽക്കുന്നേൽ, എലിസബത്ത് അബു എന്നിവർ സംസാരിച്ചു. മലയാളം ന്യൂസ് കോന്നി.